ശ്രീ പി കെ കൃഷ്ണദാസ്, പൊതുസമ്മതരെ പാർട്ടിയിൽ എത്തിക്കും, ഇക്കാര്യം എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു അവകാശവാദമായിരുന്നുവല്ലോ. ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ഇത് അവതരിപ്പിച്ചിട്ടുമുണ്ടാവും. ദേശീയ നേതൃത്വവും ഇക്കാര്യം സമ്മതം മൂളിയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ പൊതുസമ്മതരുടെ ഒരു യോഗം തന്നെ വിളിച്ചു കൂട്ടിയത്. പക്ഷേ എത്ര പേരെ എത്തിക്കുവാൻ കഴിഞ്ഞു? ഇവിടെയല്ലേ സംസ്ഥാന BJPക്ക് പരാജയം പറ്റിയത്? അല്ല, അതിൽ ഇന്നലെ പൊതുസമ്മതരായിട്ടുള്ള ഏതാണ്ട് 1000-ലധികം അതിലറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടോ ചോദിച്ചാൽ ഇല്ല. അതേസമയത്ത് സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള തിരുവനന്തപുരത്തെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇന്നലെ ആ യോഗത്തിൽ പങ്കെടുത്തത്. അതിൽ മുൻ MLA-മാരുണ്ടാവില്ല, ഒരു പക്ഷേ മന്ത്രിമാരുണ്ടാവില്ല, ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന അധികാരിമാരുണ്ടാവില്ല. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കേവലം ഈ മുൻ MP-മാർ, മുൻ MLA-മാർ, മുൻ മന്ത്രിമാർ ഇത് മാത്രമല്ല, സമൂഹത്തിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ BJPയിലേക്ക് NDAയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു ഭാഗത്ത് UDF ശിഥിലമാവുകയാണ്, UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ശിഥിലമാകുന്നു, മറുഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടി ശിഥിലമാകുന്നു, മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന LDF ശിഥിലമാകുന്നു. ഇപ്പം UDFിലെ പല ഘടകകക്ഷികളും വിട്ടുപോയി, മനസ്സിലാക്കുന്ന പല ഘടകകക്ഷികളും വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്നാണ്. ഒരു ശൈഥില്യം, പരമ്പരാഗത മുന്നണികളിൽ ഒരു ശൈഥില്യം ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ അത് പ്രയോജനപ്പെടുത്താൻ ഒരു പുതിയ ദിശാബോധം കേരളത്തിലെ മലയാളി സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ശരിയാണ് കൃഷ്ണദാസ്, അത് ജനങ്ങൾ സ്വീകരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ലേ മഞ്ജുഷേ, ഈ ദേശീയ രാഷ്ട്രീയം അത് ഇപ്പം BJP അങ്ങ് കയ്യിലെടുത്തു. ആഗോള രാഷ്ട്രീയത്തിൽ നോക്കിയാൽ തന്നെ ഉണ്ടല്ലോ, ട്രംപ് അധികാരത്തിൽ വരുന്നു, ഭയങ്കര കഠിനമായിട്ട് അധ്വാനിച്ചിട്ടാണ് അങ്ങോട്ട് ബുൾഡോസ് ചെയ്തിട്ടാണ് അധികാരത്തിൽ കയറുന്നത്. അതുപോലെ ഫ്രഞ്ച് വിപ്ലവം പോലെ തന്നെയാണ് ഫ്രഞ്ച് തെരഞ്ഞെടുപ്പ്. ഒരാൾ അങ്ങോട്ട് ഇറങ്ങി തിരിഞ്ഞ് പ്രവർത്തിക്കുകയാണ്. അമിത്ഷായോടും ജോസഫ് വാഴയ്ക്കും പ്രത്യേകം കേൾക്കേണ്ടത്, കേരളത്തിലെ കോൺഗ്രസ്സുകാരും കേൾക്കേണ്ട കാര്യം, അമിത്ഷായോടും മോഡിയോടും പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ളൊരു നേതൃത്വം ദേശീയ തലത്തിൽ കോൺഗ്രസിൽ ഉരുത്തിരിഞ്ഞ് വരണം. കേരളത്തിൻ്റെ സ്ഥിതി എന്താ? കേരളത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു വർഷങ്ങൾ കൊണ്ട് ദശകങ്ങളായിട്ട് ഉരുത്തിരിഞ്ഞൊരു വലിയ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ ബോധമുണ്ട് മലയാളിക്ക്, രാഷ്ട്രീയ മനസ്സുണ്ട്, ശക്തമായ ഒരു രാഷ്ട്രീയ മനസ്സുണ്ട്. അതിനകത്ത് ഹിന്ദു വർഗീയതയോ ഒരു ഹിന്ദു രാഷ്ട്രീയം കൊണ്ട് കേരളത്തിലെ മനുഷ്യരെ പിടിക്കാൻ പറ്റില്ല കൃഷ്ണദാസ്. അത് മനസ്സിലാക്കാൻ വളരെ വൈകിപ്പോയി കൃഷ്ണദാസ്. അതിപ്പോഴാണ് അമിത്ഷായ്ക്ക് ആ തന്ത്രം മനസ്സിലായത്. കേരളത്തിലേക്ക് കടക്കണമെങ്കിൽ തന്ത്രം മാറ്റിയേ പറ്റൂ. ഇപ്പോഴാണ്, വൈകിയാണ് മനസ്സിലാക്കിയത്. ഇനിയും നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുക. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പോഴുണ്ടല്ലോ ഉത്തരേന്ത്യയിൽ വേറെ കളി കളിക്കരുതേ, അവിടുത്തെ കളി കളിച്ചാൽ ഉത്തരേന്ത്യയിൽ ഒരു കളി കളിക്കുമ്പോൾ ആ കളി ഇവിടെ ബോധ്യപ്പെടുത്തുവാൻ കഴിയാതെ വരും സംസ്ഥാന നേതൃത്വത്തിന്. സംസ്ഥാന നേതൃത്വത്തെ പഴി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കൃഷ്ണദാസെ, നിങ്ങളുടെ പാർട്ടിക്ക് ഇവിടുത്തെ ഹിന്ദുക്കളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ BJPയുടെ ആവശ്യം. പിന്നെ എങ്ങനെയാണ് ന്യൂനപക്ഷത്തിൽ കിടക്കുന്നത്? അത് നിങ്ങൾ ഹിന്ദുക്കളെ സ്വാധീനിക്കാൻ നോക്ക്, അത് കഴിഞ്ഞിട്ട് വേണം ന്യൂനപക്ഷം. ഞങ്ങൾ എല്ലാ വിഭാഗത്തെയും സ്വാധീനിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഒരു പുതിയ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതുയുഗത്തിൻ്റെ ആരംഭം ഈ വരുന്ന 2019 ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു പുതുയുഗത്തിൻ്റെ ആരംഭത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ സമയത്ത് ജോസഫ് വാഴക്കൻ്റെ പാർട്ടി, അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടി, ഇവരൊക്കെ ഇന്ത്യയിൽ നിന്ന് തന്നെ, ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയുന്നത് ലോകത്തിലത് ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ച് 12% ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിലുള്ളത്. അപ്പോൾ ഞാനൊരു കാര്യം കൂടി പറയുന്നു, ഒരു തെരഞ്ഞെടുപ്പിൽ പാർട്ടി തോറ്റത് കൊണ്ട് അല്ലെങ്കിൽ ഒരു പാർട്ടി ജയിച്ചത് കൊണ്ട് ഒരു പാർട്ടി ഇല്ലാതാവുന്നില്ല, ഒരു പാർട്ടി സ്ഥായിയായിട്ട് വിജയം കൈവരിക്കുന്നത് പറയാൻ സാധ്യമല്ല. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് ഒരിക്കലും എന്താ പറയുക, തോറ്റത് കൊണ്ടോ ജയിച്ചത് കൊണ്ടോ ഒരു പാർട്ടി ഇല്ലാതാവും എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ അതല്ല, തിരിച്ചടിയും തിരിച്ചുവരവും രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാഭാവികമാണ്. പക്ഷേ ഞങ്ങളുടെ കാഴ്ചപ്പാട് ഒരു തിരിച്ചുവരവ് അസാധ്യമാകുന്ന തിരിച്ചടിയാണ് കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ളത്. ഇതാ സംസ്ഥാനത്തും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് ജോസഫ് വാഴക്കൻ ഈ അമിത്ഷാ ഇവിടെ വരുമ്പം കാണിക്കുന്ന വെപ്രാളം, രമേശ് ചെന്നിത്തല കാണിക്കുന്ന വെപ്രാളം, കോടിയേരി ബാലകൃഷ്ണൻ കാണിക്കുന്ന വെപ്രാളം, അത് ഞങ്ങൾക്കതിൽ അത്ഭുതമൊന്നുമില്ല, സ്വാഭാവിക. കാരണം അവരുടെ നിലനിൽപ്പാണ് നഷ്ടപ്പെടുന്നത്. ഇന്ത്യയിൽ ഈ തുരുത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടി. BJP ആണെങ്കിൽ ജനങ്ങളുടെ മനസ്സിലാണ് സ്ഥാനം പിടിക്കുന്നത്. അയൽ സംസ്ഥാനമായ കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ്. ആട്ടിൻ തോലിട്ട ചെന്നായാണ്
അമിത്ഷാ എന്ന് രമേശ് ചെന്നിത്തല ഇന്ന് പറയുന്നു. പക്ഷേ ഈ ആട്ടിൻ തോലിട്ട ചെന്നായെ കാണുന്നതിന് വേണ്ടി പല പൊതുസമ്മതരും വന്നിരുന്നു എന്നാണ് ബി.ജെ.പിയുടെ അവകാശവാദം. അല്ലല്ല, ജനങ്ങൾക്ക് ചെന്നായി ആരാണ്, യഥാർത്ഥ മനുഷ്യരാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് കോൺഗ്രസ് 44 സീറ്റിലേക്ക് പോയതും നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായത്. രമേശ് ചെന്നിത്തലയ്ക്ക് കാര്യം മനസ്സിലാവുന്നില്ല. 2019 പുതിയ യുഗം പറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഈ BJP എന്ന് പറയുന്ന യുഗം 1984 പിറന്നതാണ്. അന്ന് അദ്വാനിയുടെ നേതൃത്വത്തിൽ രഥയാത്ര നടത്തി ഇത് കുറേ മുന്നോട്ട് പോയത്. അതിനുശേഷം താഴെ പോയി 2 സീറ്റിലെത്തി. ഈ പാർട്ടി ശിഥിലമായി പോയിരുന്നു. അവിടെ പുതിയ പ്രവർത്തന സംസ്കാരവും കോർപ്പറേറ്റ് സംസ്കാരവുമായി ശ്രീ മോഡി 3 വർഷം മുമ്പ് വന്നു. തൽക്കാലം ആ വണ്ടി ഇപ്പോൾ ഓടുന്നു, സമ്മതിക്കുന്നു ഞങ്ങൾ. പക്ഷേ എല്ലാ കാലത്തും അത് ഇന്ത്യൻ ജനതയെ കബളിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാവേണ്ട. ഇതിനൊക്കെ എതിരായി 29% ആളുകളുടെ വോട്ട് മാത്രമാണുള്ളത് BJPക്ക്. അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് ഇന്ത്യയിൽ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടന്നു. നിങ്ങൾ ആ UP-യിലെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ പർവ്വതീകരിച്ച് കാണിക്കുകയല്ലേ ഇത്. പഞ്ചാബിൽ നിങ്ങൾക്ക് 3 സീറ്റാണ് കിട്ടിയത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. മണിപ്പൂരിലും ഗോവയിലും കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയായി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കക്ഷിയായി തെരഞ്ഞെടുത്തു. 5-ൽ 3 സ്റ്റേറ്റ് കോൺഗ്രസ്സാണ് ജയിച്ചു വന്നത്. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മഹാരാഷ്ട്രയിൽ അല്ല, മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ, അതുപോലെ പല സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നുണ്ട്. ഒഡീഷയിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാമതായി പോയി. ഒഡീഷയിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാമതാവുകയായിരുന്നു ശ്രീ ജോസഫ് വാഴക്കൻ. ഒഡീഷയിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ശ്രീ P.K. കൃഷ്ണദാസ് ഇവിടെ പറഞ്ഞതുപോലെ ഒഡീഷയും അമിത്ഷാ ലക്ഷ്യം വയ്ക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 4 മാസത്തിന് ശേഷം അമിത്ഷാ കേരളത്തിൽ തിരിച്ചെത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന BJP നേതൃത്വം ഈ 4 മാസത്തിനുള്ളിൽ ഉണരുമോ? ഇടവേളയ്ക്ക് ശേഷം. ശ്രീ NM പിയേഴ്സൺ, അമിത്ഷാ ഇതുകൊണ്ട് നിർത്തുന്നില്ല. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അദ്ദേഹം തിരിച്ചെത്തുകയാണ്. BJP സംസ്ഥാന നേതൃത്വത്തിന് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താഴേക്കിടയിലേക്ക് ബൂത്ത് തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണമെന്ന് സംസ്ഥാന നേതൃത്വത്തിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു ചിത്രം കാണാൻ സാധിക്കുമോ കേരളത്തിൽ? അല്ല, ഇത് നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് ആളുകളെ കാണുകയും അവരുമായിട്ട് സംസാരിക്കുകയും ഈ ആളുകളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഈ കേരളത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ എവിടെയാണ് BJP ഇടപെടുന്നത്? ഞങ്ങൾ തന്നെ പല ഘട്ടങ്ങളിലും CPM-നെ അതിശക്തമായിട്ട് വിമർശിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചിരുന്ന പാർട്ടി എന്ന നിലക്ക് ആ പാർട്ടി പ്രവർത്തിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് കുറേ ആളുകൾ വിളിച്ചുകൂട്ടി വലിയ കോൺക്ലേവ് നടത്തലല്ല, അത് പുതിയ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒഴുകിപ്പോകുന്ന ഒരു രാഷ്ട്രീയമാണ്. ഒഴുകിപ്പോകുന്ന ജനവിഭാഗങ്ങളുള്ളിടത്ത് മാത്രമാണ് അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിന് വലിയ വിജയമുണ്ടാക്കാനായിട്ട് കഴിയുകയുള്ളൂ. പഴയ കാലത്തെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ശരിയാണ്. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നത് കേരളത്തിലെ വിവിധ മേഖലകളിൽ നടക്കുന്നതായിട്ടുള്ള സമരമുഖങ്ങൾ സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. ജനങ്ങളെ അടിസ്ഥാന പ്രശ്നങ്ങളുമായിട്ട് അവർ സമരത്തിന് വരുന്ന സമയത്ത് ആ സമരത്തിൽ അവരോടൊപ്പം നിൽക്കാനായിട്ട് ആളുകളില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മാറ്റമാണ്. കേരളത്തിലും അതേപോലെ ഇന്ത്യയിലും അങ്ങനെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാഷ്ട്രീയം മാറിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വരും. അതാണ് അമിത്ഷാക്ക് അറിയാവുന്ന ഒരു രാഷ്ട്രീയം. അല്ലാതെ എന്ത് രാഷ്ട്രീയമാണ് അമിത്ഷാ ഈ രാജ്യത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്? ഇപ്പോൾ പുതിയ കേരളത്തെയും പുതിയ ഇന്ത്യയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. എന്താണ് ഇവിടെ രാഷ്ട്രീയം? BJP എന്ത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് പുതിയൊരു ഇന്ത്യ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ഒട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് തുടർന്നിരുന്നതായിട്ടുള്ള രാഷ്ട്രീയം, അല്ലെങ്കിൽ മൂലധന രാഷ്ട്രീയം, അല്ലെങ്കിൽ ഇന്നത്തെ ഗ്ലോബലൈസേഷൻ പൊളിറ്റിക്സ് എന്താണോ അതിനൊപ്പം തുഴയുക എന്നതിനപ്പുറമായിട്ട് BJPക്ക് വ്യത്യസ്തമായിട്ട് പിന്നീട് അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് മതാധിഷ്ഠിതം മാത്രമാണ്. അതാണ് പ്രശ്നം. അതെ, പിയേഴ്സൺ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ പുതിയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നു. അതിന് കൂടെ തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് അമിത്ഷാ തന്ത്രങ്ങൾ മെനയുന്നു. ആ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ UP-യിലും മറ്റിടത്തും, ഇപ്പോൾ മണിപ്പൂരിൽ കോൺഗ്രസ് വലിയ കക്ഷിയാണ്, പക്ഷേ മന്ത്രിസഭ ഉണ്ടാക്കിയത് ആരാ? BJP. ഗോവയിൽ
അതൊക്കെ തന്ത്രങ്ങളുടെ ഭാഗമാണ്. ആ തന്ത്രങ്ങൾ ഇപ്പം ബഹുമാനപ്പെട്ട പിയേഴ്സൺ പറഞ്ഞ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നോക്കുമ്പോഴത്തേക്ക് ആ തന്ത്രങ്ങൾ കേരളത്തിൽ വിജയിക്കുമോ എന്നുള്ളതാണ്. ശരി, ഞാൻ ഇടപെടുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇനി അകമ്പുറം.